ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ്. രാവിലെ സാധാരണയായിട്ട് ഞാൻ ചായയാണ് കുടിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായ ഒന്നും കുടിക്കണില്ല. അതിന് പകരം നാരങ്ങയും ചിയ സീഡും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് കുടിക്കണത്. പിന്നെ നമ്മൾ രാവിലത്തേക്ക് ദോശയാണ് ഉണ്ടാക്കണത്. അതിനൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും സവാളയും മുളകും കൂടെ വറ്റൽ മുളകും കൂടെ വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ കുടിക്കാനുള്ള വെള്ളമാണ് ഈ തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ തിളയ്ക്കണ വെള്ളത്തിൽ കുറച്ച് ഇതില്ലേ ദാഹശമനി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ കഴിക്കാൻ വന്നിരുന്നതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കാൻ തുടങ്ങുക. പിന്നെ ദോശ ഉണ്ടാക്കി വെച്ച് ആറിപ്പോയി കഴിഞ്ഞാൽ തിന്നാനൊരു സുഖം ഉണ്ടാവില്ല, അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അച്ഛൻ മോളും വന്നിരുന്നതിന് ശേഷമാണ് ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പിന്നെ രണ്ടുപേർക്കും ക്രിസ്പി ദോശകളാണ് താല്പര്യം. ഇങ്ങനെ കട്ടിക്കുള്ള ദോശ രണ്ടുപേർക്കും ഇഷ്ടമല്ല. പിന്നെ എനിക്കിപ്പോൾ ഏതും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ ആയാലും കഴിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എങ്ങനെ തന്നാലും ഞാൻ കഴിച്ചോളും. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു നിർബന്ധമില്ല കേട്ടോ. എന്ത് കിട്ടിയാലും എന്ത് ഫുഡാണെങ്കിലും ഞാൻ കഴിച്ചോളും. പിന്നെ ഇവരാണ് കുറച്ച് സെലക്റ്റീവായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുക. ഇതന്നെ വേണം, ഇതേ ഇഷ്ടമുള്ളൂ എന്നൊക്കെ. പിന്നെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് ഞാനും അങ്ങനെ അഡ്ജസ്റ്റായി പോകും. പിന്നെ അതേ അച്ഛയും മോളോട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇഡലി എനിക്കിഷ്ടമൊക്കെയാണ്, പക്ഷേ എപ്പോഴൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഞാനും വന്നാൽ ദോശ തന്നെ മതി എന്ന് വിചാരിച്ച്. പിന്നെ ദോശയുടെ കൂടെ തക്കാളി ചമ്മന്തി തന്നെയാണ് രണ്ടുപേർക്കും ഇഷ്ടം കേട്ടോ. പിന്നെ കുഞ്ഞധികം എരിവൊന്നും കഴിക്കാത്തതുകൊണ്ട് എരിവില്ലാത്ത ചമ്മന്തി ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ ഞാനും ഇതാ കഴിക്കാൻ എടുത്തു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ജാനിന് കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവിടെ ഇച്ചിരിയൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ. കുറേ സമയമെടുക്കും, എന്നാലും ഞാൻ കഴിച്ച് ശീലിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമൊന്നും അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് തനിച്ച് കഴിക്കാനൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ ദോശ പോലുള്ള ഇങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ അവന് കഴിച്ചോളും. പിന്നെ അതേ ഉച്ചത്തേക്ക് ഏട്ടൻ പറഞ്ഞ് മീൻ മേടിച്ചു കൊണ്ടുവരാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേ താഴെ പോയതാണ് ഇത് വാങ്ങിക്കാനായിട്ട്. ഏട്ടനപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുന്നായിട്ട് മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. അത് പിലോപ്പിയാണ് മേടിച്ചിരിക്കണത്. ഇനി നമുക്കിന്ന് പിലോപ്പി വെട്ടി തേച്ച് കറിയാക്കിയിട്ട് നമുക്ക് മുളകിട്ട് കറി വയ്ക്കാവേ. കുടംപുളി ഇട്ടിട്ട് മുളകിട്ട കറിയും വെക്കാം. പിന്നെ കുറച്ച് കൊത്തവര ആയിട്ടുണ്ട് കേട്ടോ. കൊത്തവര ഉപ്പേരിയും വെച്ചെടുക്കാം. അപ്പോൾ അതേ പിലോപ്പി ഉണ്ട്. പിന്നെ ഇപ്പോൾ പിലോപ്പി തേച്ച് കഴുകാനായിട്ട് നമുക്കിവിടെ കല്ലില്ല കേട്ടോ. അപ്പോൾ ഞാൻ കല്ലില്ലാത്ത സമയത്ത് ഇപ്പോൾ എന്താണെന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് പുളി ഉണ്ടല്ലോ, വാളംപുളി എടുത്തിട്ട് ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കറുത്ത നിറത്തിലുള്ളതൊക്കെ ഇങ്ങനെ കത്തി വെച്ച് എടുക്കുമ്പോഴത്തേക്കും ഇളകി പോകുന്നുള്ളുണ്ട്. അപ്പം അങ്ങനെയാണ് കത്തിയൊക്കെ ഇല്ലാത്ത സമയത്ത് കല്ലില്ലാത്ത സമയത്ത് നമ്മൾ കഴുകി എടുക്കാറേ. പിന്നെ ഇത് അത്യാവശ്യം കട്ടിയുള്ള മീനായതുകൊണ്ട് കുറച്ച് എരിവും പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതായത് പെട്ടെന്ന് മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊത്തവര ഉണ്ടായിരുന്നത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കറിയാക്കി എടുക്കണം. പിന്നെ ഈ ചോറ് വയ്ക്കാനായിട്ട് അരി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊന്നി അരി കൊണ്ടാണ് ഇവിടെ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചോറ് വയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നായിട്ട് അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ ഇട്ടിട്ട് കുക്കറിനകത്തിട്ട് ചോറിന് വേണ്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറുണ്ടാക്കാനായിട്ട്. നമുക്ക് കറിയിലേക്കുള്ള ഉള്ളി പൊളിച്ചെടുക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ചധികം
വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്തിരി ചെറിയ ഉള്ളി മാത്രം പൊളിച്ചെടുത്താൽ മതി. പിന്നെ ഇതൊരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കറുത്ത ഇത് വരുന്നത് കൊണ്ടേ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് നല്ല തേച്ച് കഴുകിയിട്ടാണ് കേട്ടോ എടുക്കണത്. പിന്നെ അതേ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ചോറൊക്കെ അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിയൊക്കെ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൊത്തമരി ഉണ്ടായിരുന്നല്ലോ, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കാം. ഇതേ ഉലുവയൊക്കെ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണുണ്ട്. ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ അധികവും മുളക് കറി വെക്കുമ്പോൾ മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. മല്ലിപ്പൊടി തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോഴും പിന്നെ മറ്റേ ഇതില്ലേ എന്താണ് ചൂര പോലുള്ള മീനൊക്കെ കറി വെക്കുമ്പോൾ മാത്രമേ നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ കറികൾക്കും ഇവിടെ മുളക് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ കറി വയ്ക്കുന്നത് വാളംപുളി ഇട്ടിട്ടാണ് കേട്ടോ മാക്സിമം വെക്കണം. പക്ഷേ ഇവിടെയൊക്കെ കുടംപുളിയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഞാൻ കൊത്തവരയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊത്തവരയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. അത് ഒരു ചെറിയ കയ്പ്പൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഇഷ്ടമില്ല. പിന്നെ പച്ചക്കറികളല്ലേ, അതുകൊണ്ട് പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ച് കളയാനും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിക്കണ്ട. പിന്നെ അത് പറഞ്ഞ പോലെ ഭക്ഷണ കാര്യത്തിൽ ഇഷ്ടം അല്ലെങ്കിൽ പോലും ഞാനെല്ലാം കഴിക്കും കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല. പിന്നെ അതേ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനുള്ളതായിട്ട് പൊരിക്കാനുള്ള മീനിൽ നമ്മൾ മസാല ഇട്ട് വെക്കേണ്ടത് ഞാൻ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ട് ചെയ്യുന്നുള്ളൂ. കുരുമുളക് പൊടി ഇല്ല കേട്ടോ. കുരുമുളക് പൊടി പൊടിച്ച് തീർന്നു പോയതുകൊണ്ട് അതും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടേക്ക് നമുക്ക് ചതച്ച മുളകില്ലേ, ചതച്ച മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടെ വഴറ്റിയത് അധികം വഴണ്ടി വരണ്ട. കാരണം ഇനിയിപ്പോൾ കൊത്തവരയും കൂടി ഇട്ടിട്ട് നമ്മൾ വഴറ്റുമ്പോൾ അപ്പോൾ ഇത് കിടന്ന് മുരിഞ്ഞ് വന്നോളും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് കൊത്തവരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. പിന്നെ കൊത്തവര ആയതുകൊണ്ട് ഞാനിച്ചിരി തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കയ്പിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ തേങ്ങ ആഡ് ചെയ്യുമ്പോൾ അതിന് നന്നായിരിക്കും കേട്ടോ. ദേ ഇവിടെ മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഇനി മീൻ വറുക്കാനുണ്ടല്ലോ. അപ്പോൾ മീൻ വറുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് പെട്ടെന്നായിട്ട് പണി ചെയ്യണം. കാരണം ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് വേണം അടിച്ച് വാരി കുളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ വേഗത്തിൽ പണി തീർക്കുകയാണ് കേട്ടോ. ഞാനിതിൽ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഇച്ചിരി എരിവും കുറച്ച് തേങ്ങയുടെ ടേസ്റ്റും കൂടെയൊക്കെ ആകുമ്പോൾ കൊത്തവര കഴിക്കാൻ കുറച്ച് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ ഞാനങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ കുക്കിങ് എങ്ങനെയെങ്കിലും തീർത്ത് മാറാം. പക്ഷേ ഈ പാത്രം കഴുകുന്ന ജോലി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര കഴുകിയാലും തീരില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ പാത്രമാകും. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകും കേട്ടോ. പാത്രങ്ങൾ വരുമ്പോൾ അപ്പോൾ കഴുകുമ്പോൾ അവസാനമായി കഴിയുമ്പോൾ അധികം പാത്രങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കഴുകാനായിട്ട്.
പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ സ്റ്റാൻഡ് ഇതിൻ്റെ പൊക്കത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൊക്കത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ വെള്ളം ഒഴുകുമ്പോഴത്തേക്ക് ആ സിങ്കിനകത്ത് തന്നെ വീണോളും. അതുകൊണ്ട് കഴുകി അങ്ങനെ വയ്ക്കാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് വെള്ളം വാരാൻ വെച്ച് വെള്ളം വാർന്നതിന് ശേഷമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. മീനൊക്കെ നന്നായി തിരിച്ച് മറിച്ചിട്ടിട്ട് ഇവിടെ അധികം അങ്ങനെ മീൻ മുരിയിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചേട്ടനിങ്ങനെ മുരിഞ്ഞ മീനുകളോട് താല്പര്യമില്ല. അങ്ങനെ സോഫ്റ്റായിട്ടിരിക്കണം എന്ന് കണ്ടാൽ മതി. സോഫ്റ്റായിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ കറുമുറാന്നാവുന്നത് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുഞ്ഞിന് സെപ്പറേറ്റായിട്ടാണ് എപ്പോഴും ഇതൊക്കെ ചെയ്യാറുള്ളത്. കാരണം അവൾ എരിവ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അവൾക്ക് എല്ലാ കറികളും ഞാനിങ്ങനെ എരിവിടാണ്ട് മാറ്റി വെക്കും കേട്ടോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റവൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നുണ്ട്. സോപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴുകണത്. മിക്കവാറും ഈ മീനൊക്കെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണമയമൊക്കെ ഉണ്ടാവും. പിന്നെ ചോറ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വിസിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ വീണ് മൊത്തം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഈ സിൽവറിൻ്റെ ഈ സ്ക്രബ്ബറിട്ട് ഇങ്ങനെ തേച്ചെടുക്കുമ്പോഴേ ഇത് പ്രോപ്പറായിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ഇനി നമുക്ക് അടിച്ച് വാരണം. അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് മോളും ഞാനും ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ടാ. വേറെ ജോലികളൊന്നും ഇല്ല. അപ്പോൾ അതേ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മോളവിടെ കളിയിലാണ്. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാ. കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻ വറുത്തുണ്ട്, പിന്നെ കറിയുണ്ട്, കൊത്തവരിയുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും മോളും പോയിട്ട് കുളിച്ചിട്ട് വന്നതിനിടയ്ക്ക് ഞാൻ അടിച്ചൊക്കെ വാരിയിട്ട് അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ കുളിച്ചൊക്കെ വന്ന് ചോറ് വിളമ്പുന്നുണ്ട്. എനിക്ക് മോക്കുവാണേ. അപ്പോൾ ചേട്ടനോട് വിളിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് ലേറ്റാവും, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടെ ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ മോള് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം അമ്മേ, എനിക്ക് മീനെടുത്ത് തന്നാൽ മതി. അവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് വേറെ ഒരു കറിയും വേണ്ട, മീനുണ്ടെങ്കിൽ മതി, മീൻ കൂട്ടി അവൾ അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ആദ്യമൊക്കെ പറയും എനിക്ക് മീൻ മാത്രം മതി, ചോറ് വേണ്ടെന്നൊക്കെ പറയും. ഇപ്പോൾ പിന്നെ അധികം അങ്ങനെ ചോറ് കഴിക്കാതെ ബുദ്ധിമുട്ടിക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കഴിച്ചോളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ വിശക്കുന്നതിന് മുന്നേ ചോറ് കൊടുക്കുന്ന പരിപാടി നിർത്തി. ആദ്യമൊക്കെ ഞാൻ സമയമായല്ലോ എന്ന് പറഞ്ഞ് ആ സമയത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഫുഡ് എടുത്തുകൊണ്ട് നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ. ഇപ്പം ഞാനങ്ങനെ കൊടുക്കാറില്ല. അവൾ വിശന്നിട്ട് ചോദിക്കും അമ്മയെ വിശക്കുന്നുണ്ട് ചോറ് താന്ന് ചോദിക്കുമ്പോഴേ ഞാൻ എടുത്ത് കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിക്കും കേട്ടോ. പിന്നെ ആൾക്ക് ഞാൻ ചോറിൽ ചാറൊന്നും എടുത്തിട്ടില്ല. അവൾക്ക് ചോറും ഇച്ചിരി ഉപ്പുമാണ് കേട്ടോ എടുത്തിരിക്കണത്. പിന്നെ അത് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്പൂണ് തന്നാൽ മതി, കയ്യിലൊക്കെ ചോറാവുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ സ്പൂൺ കൊണ്ട് കഴിച്ചോളാന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. മീനൊക്കെ ഞാനത് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മുള്ളൊക്കെ മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവൾ അതൊക്കെ എടുത്ത് കഴിച്ചോളും. പിന്നെ അവസാനമൊക്കെ പകുതിയൊക്കെ ആകുമ്പോൾ നിർത്തിക്കോളും. അപ്പോൾ പിന്നെ ഞാൻ വാരി കൊടുക്കുമ്പോൾ പിന്നെ അതിങ്ങനെ കഴിക്കും. മടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ അവിടെ ജാനവിടെ സൈഡിൽ നിന്ന് കഴിക്കുന്നു. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. ഇച്ചിരി എരിവുള്ള കറിയാണ് ഇത്. ഇലോപ്പിയൊക്കെ കുറച്ച് എരിവൊക്കെ ഇട്ട് അങ്ങനെ വയ്ക്കുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനൊരു മധുരച്ചവയും പിന്നെ ഇത്തിരി ദശകട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എരിവിട്ട കറി, എരിവും പുളിയും ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മീൻകറിക്ക് ഇച്ചിരി എരിവ് കൂടുതലുണ്ട്. സാധാരണ മീൻകറിയൊക്കെ വെക്കുമ്പോൾ തൈരോ അല്ലെങ്കിൽ മോര് കറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതോടെ നിർത്തി. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ മോള് ബാക്കി കഴിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ അവൾക്ക് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ എത്തുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ്. 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. പിന്നെ ഞാൻ ചോറൊക്കെ കൊടുത്ത് പിന്നെ ചേട്ടൻ എന്തായിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.